اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد 75ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖൈറു മാ തത്ലുബുഹു മിൻഹു മാ ഹുവ ത്വാലിബുഹു മിൻക. ചെറിയ ഹിക്മത്താണെങ്കിലും അതിന്റെ ആശയം വളരെ വിശാലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, ഒരാള് നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അവന്റെ ലാഹിറ് കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുകയും ബാത്തിനിയായിട്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഐശ്വര്യമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥ ഒരാൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ നിഅമത്തുകൾ സമ്പൂർണമാക്കിയ ആളാണ്. ഈ വ്യക്തി എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല, അള്ളാഹിനോട് പോയി ചോദിക്കേണ്ട ആവശ്യമല്ല. കാരണം അള്ളാഹുവിനെ കൊണ്ട് നിറവായതാണ് അവന്റെ ഹൃദയം. ഇനിയൊരു കാര്യം അള്ളാഹുവിനോട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തേടേണ്ട ആവശ്യമില്ല. ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, മനസ്സിലാവും. എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് എന്താണ്, അല്ലെങ്കിൽ അള്ളാഹു തആല ഒരു അടിമയിൽ നിന്ന് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ്, അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ഖൈറു മാ തത്ലുബുഹു മിൻഹു, നീ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായത്, നീ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഖൈറായത് മാ ഒരു കാര്യമാണ്, ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വാലിബുഹു മിൻക, അത് നിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ചോദ്യവും ഇതിൽ തന്നെ ഉണ്ട്, ഉത്തരവും ഇതിൽ തന്നെ ഉണ്ട്. നീ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ചോദ്യം, ആ ചോദ്യമാണ് അള്ളാഹു തആല നിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മള് ദിവസവും ഫർളായ നിസ്കാരത്തിൽ 17 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ നീ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്ക് എന്ന് പറയുന്നുണ്ട്. അതിന്റെ പുറത്ത് സുന്നത്തായ നിസ്കാരങ്ങളിലും ഈ ഫാത്തിഹ ഉണ്ട്. അതിന്റെ പുറത്ത് നമ്മുടെ ദുആയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്, അള്ളാഹുവേ ഞങ്ങളെ നീ മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്ക് എന്ന് പറയുന്നു. ഇനി ഇവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ വെച്ച് ഏറ്റവും ഖൈറായതും അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഏതാണ്? നമ്മൾ മുസ്തഖീമായ വഴിയിൽ, ഋജുവായ പാന്താവിൽ നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ്. അത് ഉബൂദിയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരാൾക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ മുമ്പൊരിക്കൽ ഹിക്കമിന്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സൂക്ഷിച്ച ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ 5 നിധികളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ നിധികളിൽ ഒന്നാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. ഒന്ന് സ്വലാത്താണ്, ഒന്ന് ഇസ്തിഖാമത്താണ്, ഒന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ്. ഇതിന്റെ രഹസ്യമൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായി പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ ഇസ്തിഖാമത്ത് എന്നുള്ളത് അല്ലാഹു തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കേണ്ട ചോദ്യത്തിൽ വെച്ച് ഏറ്റവും ഖൈറായതും അതാണ്. അതുകൊണ്ടാണ് എല്ലാ ഫാത്തിഹയിലും നമ്മൾ എന്ത് ചെയ്യണത്, അതുവരെ നമ്മൾ അള്ളാഹിനെ പുകഴ്ത്തല്ലേ, അല്ലെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെ? കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങാൻ, അല്ലെ? അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതുവരെ നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. അതിനുശേഷം നമ്മൾ ചോദിക്കാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ ഞങ്ങളെ മുസ്തഖീമായ വഴിയിലേക്ക് നീ ചേർക്ക്.
അപ്പൊ അതിനേക്കാൾ വലിയ ഒരു ചോദ്യം അള്ളാഹിനോട് നമുക്ക് ചോദിക്കാല്ല. അത് തന്നെയാണ് അള്ളാഹു തആല ഒരു അടിമയിൽ നിന്ന് എന്ത് ചെയ്യണത്, ആവശ്യപ്പെടുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് സത്യത്തിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല എല്ലാവർക്കും അള്ളാഹു തആല ഇത് കൊടുക്കൂല. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകളെ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ മുസ്തഖീമായ വഴിയിലേക്ക് അള്ളാഹു തആല എന്ത് ചെയ്യുക, ചേർക്കുക. അത് നമ്മൾ എല്ലാ ദിവസവും ഫാത്തിഹ ഓതി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, നമ്മൾ അതിലേക്ക് എത്തൂല. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. ഇനി എന്താണ് സത്യത്തിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാല് അവന്റെ ലാഹിർ ശരീരം മുഴുവൻ, ലാഹിറായ ശരീരം ഉണ്ടല്ലോ, ആ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ മുഴുവൻ അവൻ നീതി കാണിക്കുക. മുഴുവനായിട്ടും എന്ത് ചെയ്യുക, നീതിയോടുകൂടെ അവന്റെ അമൽ ചെയ്യുക. നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും അല്ലാഹു തആല പറഞ്ഞ പ്രകാരം അവന്റെ ലാഹിറായ അവയവങ്ങൾ കൊണ്ട് അവൻ എന്ത് ചെയ്യുക, അമൽ ചെയ്യുക. അതേപോലെ തന്നെ ഹൃദയത്തിൽ പൂർണ്ണമായി അള്ളാഹുവിനെ അടിയുറപ്പിച്ച് നിർത്തുക. ഇതാണ് സത്യത്തിൽ എന്ത് പറഞ്ഞാല് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ. ഇത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹു തആല കൊടുക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ. പരിശുദ്ധമായ ഖുർആനാണ്. ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരുത്തർ, ഖാലു അവര് പറഞ്ഞു, റബ്ബുനല്ലാഹ് അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുകയും, സുമ്മസ്തഖാമു അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയുകയും അള്ളാഹുവിന്റെ ആ മുസ്തഖീമായ വഴിയിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അള്ളാഹുവിന്റെ മലായികത്ത് ഇറങ്ങും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ആര്? ഇസ്തിഖാമത്തിന്റെ ആൾക്കാർ. ഇതിലൊരു ചരിത്രം പറയുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം. ഈ കിതാബിന്റെ പേര് ഹദായിഖുൽ ഹഖായിഖ് എന്നാണ്. ഈ ഗ്രന്ഥത്തിൽ കാണാം, ചില മശായിഖന്മാര് റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെന്ത് ചെയ്തു, സ്വപ്നത്തിൽ കണ്ടു. ഫഖാല ലഹു, അള്ളാന്റെ റസൂലിനോട് ഈ സ്വപ്നത്തിൽ കണ്ട മശായിഖന്മാർ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാന്റെ റസൂലെ, നിങ്ങളെ കുറിച്ചൊരു ഹദീസ് ഉണ്ടല്ലോ, അത് വലിയൊരു ഹദീസാണ്, വായിക്കാനുള്ള സമയമല്ല. നിങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഉണ്ടല്ലോ, ഹൂദ് സൂറത്ത് നിങ്ങളെ നിരപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് ഹൂദ് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് എന്നെ നിരപ്പിച്ചു കളഞ്ഞു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൂദ് സൂറത്ത് ഓതി നിങ്ങളെ താടി രോമം നിരച്ചു എന്ന് നിങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് നിര വന്നത്? സൂറത്ത് ഹൂദിൽ ഒരുപാട് ആയത്തുകളില്ലേ, ഒരുപാട് വിഷയങ്ങൾ പറയണ്ടല്ലോ. അതിലേത് കാര്യം കൊണ്ടാണ് നിങ്ങളെ താടി രോമങ്ങൾ നിരച്ചു പോയതെന്ന് ചോദിച്ചു. അമ്പിയാക്കളെ ചരിത്രം കേട്ടിട്ടാണോ? അതല്ല, മുൻഗാമികളായ ഉമ്മത്തിനെ നശിപ്പിച്ച കഥകൾ അതിൽ പറയുന്നുണ്ട്. ആ കഥകൾ ആലോചിച്ചിട്ടാണോ നിങ്ങളെ താടി നിരച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വപ്നത്തിൽ കണ്ട ചില മശായിഖന്മാർ ചോദിച്ചപ്പോ ഫഖാല, അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ, അതൊന്നുമല്ല. പിന്നെന്താണ്? വലാകിൻ ഖൗലുഹു തആല, അല്ലാഹു തആലാന്റെ ഒരു ഖൗലുണ്ട്, ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ആ വഴിയിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കണമെന്ന് അല്ലാഹു തആല പറയുന്ന ആയത്ത്, ആ ഒരൊറ്റ ആയത്തിന്റെ കഷ്ണം അതാണ് എന്നെ നിരപ്പിച്ചത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ പോലും നിരപ്പിക്കാൻ മാത്രം പവർ ഉള്ള ഈ ആയത്ത്, അള്ളാന്റെ റസൂലിനെ പോലും താടി രോമം നിരപ്പിക്കാൻ മാത്രം പവർ ഉള്ളതാണ് ഏത്? ഇസ്തിഖാമത്ത് എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വഴിയിൽ ഒരു മനുഷ്യനെ അടിയുറപ്പിച്ച് നിർത്തുക എന്നതിനേക്കാൾ വലിയ ഒരു ഖൈറും അല്ലാഹു തആല ഒരു അടിമക്ക് എന്തില്ല, ചെയ്യാനില്ല. അതിനേക്കാൾ വലിയൊരു ഖൈറ് വേറെ അല്ലാഹു തആല ഒരൊറ്റ അടിമക്കും എന്തില്ല, ചെയ്യാനില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട
അബു അലി ദഖാഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്തിഖാമത്തിന് 3 മർത്തബകളുണ്ട്. ഇസ്തിഖാമത്ത് എന്നതിനക്ക് 3 മർത്തബകൾ. അതിൽ ഒന്നാമത്തത് തഹ്ലിയത്താണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇസ്തിഖാമത്തിലേക്ക് എത്താനുള്ള വിഷയങ്ങൾ പറയണം. ഒന്നാമത്തത് തഹ്ലിയത്ത്. തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള കച്ചറകൾ നീക്കുക. കച്ചറകളെ നീക്കുക. ഇപ്പോ കിബർ ഉണ്ടാകും, ഹസദ് ഉണ്ടാവും, ഉജുബ് ഉണ്ടാവും, റിയാ ഉണ്ടാവും, ഷഹ്വത്ത് ഉണ്ടാവും, ഗീബത്തിന്റെ മനസ്സുണ്ടാവും, നമീമത്തിന്റെ മനസ്സുണ്ടാവും, അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമത്ത് പോലത്തെ മ്ലേച്ഛമായ ഒരുപാട് ഗുണവിശേഷണങ്ങൾ ഉണ്ട് ആർക്ക്? മനുഷ്യൻ. അതിനെ പൂർണ്ണമായും എന്ത് ചെയ്യണം? ആ കച്ചറകളെ ആദ്യം അവൻ എന്ത് ചെയ്യണം? നീക്കണം. അല്ലെ? ഏത് കാര്യത്തിലും നമ്മൾ എന്താ വേണ്ടത്? അല്ലെ? ഒരു റൂം നമ്മൾ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യല്? ആദ്യം അതിലുള്ള വേസ്റ്റുകൾ എന്തൊക്കെ ഉണ്ടോ ആദ്യം അതെന്ത് ചെയ്യണം? അവിടുന്ന് നീക്കണം. അപ്പൊ ഇസ്തിഖാമത്തിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ വഴി ഓന്റെ ഹൃദയത്തിലെ കച്ചറകളെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? അവിടുന്ന് നീക്കണം. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് തഹ്ലിയത്താണ്. തഹ്ലിയത്ത് എന്ന് പറഞ്ഞാല് നല്ല വിശേഷണങ്ങളെ കൊണ്ട് അവന്റെ ഹൃദയത്തിനെ മൊഞ്ചാക്കുക. ഇൽമു കൊണ്ട് അമലുകൊണ്ട് സഹനം കൊണ്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, ഉസ്താദുമാർക്ക് ഗുണം ചെയ്യുക, നല്ല സൽസ്വഭാവങ്ങള്, അതുകൊണ്ട് ഓന്റെ ഹൃദയം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം? നിറക്കുക. അതുകൊണ്ട് ഓന്റെ ഹൃദയം എന്ത് ചെയ്യാൻ? നിറക്കുക. മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചിട്ട് ഖദീജ ബീവിന്റെ അരികിലേക്ക് വന്നപ്പോ ഖദീജ ബീബി റസൂലുള്ളാഹിനെ കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ പറയുന്നുണ്ട്. അല്ലെ? ഇമാം ബുഖാരി തങ്ങൾ, അതായത് റസൂൽ, ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുമല്ലോ, എന്തെങ്കിലും ഒരു ഒരാൾക്കൊരു മൈൻഡ് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തിനാ സങ്കടപ്പെടുന്നത്? ഇതൊക്കെ കൂളായപ്പോ ഒരാള് പരീക്ഷക്ക് പോയപ്പോ കരുതിയതൊന്നും പേപ്പറിൽ കാണുന്നില്ല, നമ്മൾ കരുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും കാണുന്നില്ല, മൂപ്പര് മൊത്തത്തിലേറെ കറക്കിക്കുത്ത് എഴുതിയിട്ട് പേടിച്ച് പെരീക്ക് വരുമ്പോ ഒരമ്മ പറയണെന്ത്? ഈ പേടിക്കണ്ട, ഈ അത്യാവശ്യമൊക്കെ എഴുതിയിട്ടില്ലേ, ഈ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കും. അല്ലെ? അപ്പൊ നമുക്ക് എന്തുണ്ട്? ഒരു തുമനീനത്തിലേക്ക് നമ്മൾ എത്തും. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് അള്ളാന്റെ റസൂല് സമ്മിലൂനി എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. എനിക്ക് പുതപ്പിട്ട് കൊണ്ടാ, കാരണം ആ പേടിച്ചിക്കാണ് അള്ളാന്റെ റസൂൽ. ആ വിഷയം അവിടെ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ ആ സമയത്ത് അള്ളാന്റെ റസൂല് ഖദീജാവിനോട് പറയുന്നുണ്ട്, ഖദീജ, അള്ളാഹു താല ഒരു വലിയ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു താല ഏകനാണ് എന്നും ഈ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ലോകത്തോട് വിളംബരം ചെയ്യാന് അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞാൽ ആരാണിത് സ്വീകരിക്കുക? ഈ സമൂഹത്തോട് പറഞ്ഞാല്, അതായത് ബിംബാരാധനയിൽ മുഴുകിയ ആ സമൂഹത്തോട് ഞാനിത് പറഞ്ഞ ആരാ അത് സ്വീകരിക്കുക എന്ന് അള്ളാന്റെ റസൂൽ ചോദിച്ചപ്പോ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാനെ തന്നെയാണ് സത്യം, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തക്സിബുൽ മഅദൂമ, ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് നിങ്ങൾ, വിരുന്ന് സൽക്കരിക്കുന്ന ആളാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ ചെയ്ത ഒരുപാട് നല്ല ഗുണവിശേഷണങ്ങൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ അങ്ങോട്ട് എന്ത് ചെയ്തു? മോട്ടിവേഷൻ ചെയ്തു. റസൂലുള്ളാഹിനെ അങ്ങോട്ട്, അപ്പൊ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് അതാണ് പതിഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് ഭയങ്കര ആശ്വാസമായി. എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കച്ചറകൾ നീക്കിയിട്ട് ഇതുപോലത്തെ നല്ല സ്വഭാവങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? നിറക്കണം. സൽസ്വഭാവം കൊണ്ട്, ലുത്തുഫ് കൊണ്ട്, ബശാശത്ത് കൊണ്ട്, മുഖപ്രസന്നത കൊണ്ട്, ഇങ്ങനെ ഒരുപാട് നല്ല വിശേഷണങ്ങൾ കൊണ്ട് നമ്മൾ ഹൃദയം കിട്ടും മൊഞ്ചാക്കുക. ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ വഴിയാണ് സത്യത്തിൽ എന്ത്? അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങാൻ പാകപ്പെടുന്ന ഹൃദയാക്കുക എന്നുള്ളത്. ഞാൻ മുമ്പൊരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അബ്ദുകളുടെ ഹൃദയത്തിലേക്ക് ഒരിക്കൽ നോക്കി. പല ആളുകളുടെ ഹൃദയത്തിലും അള്ളാന്റെ നൂറ് കടക്കാൻ പറ്റുന്ന സ്ഥലമല്ല. കാരണം അതിൽ ഒരുപാട് കച്ചറകളുണ്ട്, വേണ്ട സാധനങ്ങളൊന്നും അവിടെ ഇല്ലേ. ആരിഫീങ്ങളാകുന്ന ആളുകളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ തജല്ലി അള്ളാഹു തആല ഇറക്കി കൊടുത്തത്. ഇസ്തിഖാമത്തിന്റെ ഏറ്റവും വലിയ മഖാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അള്ളാഹു തആല എന്തൊരു ദൗത്യമാണോ ഈ ലോകത്തേക്ക് ഏൽപ്പിച്ച് പറഞ്ഞയച്ചത് അത് പൂർണ്ണമായി നിറവേറ്റുക എന്നുള്ളതാണ് ഇസ്തിഖാമത്തിന്റെ ഏറ്റവും മുകളിലുള്ളതായ മഖാം. അതാണെന്ത്? മഅരിഫത്തുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? പൂർണ്ണമായി അറിയുക എന്നുള്ളത്. ഞാൻ ഒരു
ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം ഇന്നത്തെ വിഷയം. ഈ ഇസ്തിഖാമത്തിന്റെ മഖാമിലേക്ക് എത്തിയ ആളുകളുടെ വിഷയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അവർ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആ ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അത് നിറവേറ്റി കൊടുക്കുന്ന. ഞാനൊരു ഉദാഹരണം പറഞ്ഞു നിർത്താം. എൻ്റെ നാട്ടില് പാറലിൽ അലവി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്. അപ്പൊ ഞാൻ പാർലിയിൽ ഓതുന്ന സമയത്ത് 2002-2003 കാലത്ത് പാർലിയിൽ ഓതുകയാണ്. ആ സമയത്ത് നമ്മളെ പർപ്പൂർ ആപ്റ്റിസ്റ്റ് ഉണ്ടല്ലോ, മൂപ്പരെ നമ്മളെ SKSFന്റെ കീഴിൽ ഒരു പരിപാടി ഉണ്ടെന്ന് പാർലിയിൽ. അതിന് മൂപ്പരെ ദ്വാ സമ്മേളനത്തിന് കൊണ്ടുവന്നു. അല്ല, അലവി മുസ്ലിയാരുടെ ആണ്ട് നേർച്ചക്കന്നെ അതോടുകൂടെ തന്നെ അവിടെ SKSF നടത്തുന്ന ഒരു പരിപാടിയും, അത് രണ്ടും പാടെയാണ് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ ബഹുമാനപ്പെട്ടവര് അലവി മുസ്ലിയാരെ കുറിച്ചൊരു ഒരു രസകരമായ ഒരു കഥ പറഞ്ഞു. അപ്പൊ മൂപ്പര വാപ്പാനെ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. കുഞ്ഞി മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാൻ, വലിയ മഹാനായിരുന്നു. പറപ്പൂർ ബാപ്റ്റിസ്റ്റ് അതിന്റെ വാപ്പ ഒരു വലിയ മജ്ദൂബായി നടക്കുന്ന ആളായിരുന്നു. ഈ വരോട് ഭാഗത്തു കൂടെ ഒക്കെ, ഞാൻ അവിടെ വരോട് 6 വർഷം നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആ ഭാഗത്തു കൂടെ ഒക്കെ മൂപ്പര് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ പറപ്പൂർ ബാപ്റ്റിസ്റ്റ് അതിന്റെ വാപ്പയൊക്കെ ആ ഭാഗത്തു കൂടെ നടന്നതായിട്ടൊക്കെ അവിടെ പഴയ കാരണന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാല് ഈ അലൈപ്പാപ്പ എന്ന് പറയുന്ന മഹാന് ഒരു അബുദാലികളിൽപ്പെട്ടൊരു മഹാനായിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ ഒരു വലിയ മഹാനാണെന്ന് തോന്നൂല. ഇവരെ കൂടെ കുറെ നായ്ക്കളുണ്ടാവും, കുറെ കാക്കകളുണ്ടാവും, പക്ഷികളൊക്കെ ഉണ്ടാവും. മൂപ്പർക്ക് ഏതാ പറ്റിയ വീട് നോക്കി ആ വീട്ടിൽ കയറി കഞ്ഞുടിക്കും, ആ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെ ഒരു പതിവുള്ളൊരു മഹാനാണ് മൂപ്പര്. വീട്ടിക്കാട് ഭാഗത്തു കൂടെ പോകുമ്പോ അവിടെ നിരന്തരമായിട്ട് കഞ്ഞി കുടിക്കാൻ ഒരു വീട്ടിൽ മൂപ്പര് എന്നും കയറലുണ്ട്. ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് കഞ്ഞി കൂടി കഴിഞ്ഞപ്പോ ഈ വീട്ടുകാരൻ പറഞ്ഞു, ഞാനൊരു കിണർ കുത്തിയിട്ടുണ്ട്, പക്ഷെ കിണറിൽ വെള്ളം കണ്ടിട്ടില്ല. നിങ്ങൾ കഞ്ഞുകുടി കഴിഞ്ഞിട്ട് ആ കിണറിന്റെ അടുത്ത് പോയിട്ടൊന്ന് ആ കിണറൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ ബഹുമാനപ്പെട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് കഞ്ഞുകുടി കഴിയട്ടെ നോക്കാം. കഞ്ഞുകുടി കഴിഞ്ഞിട്ട് ആ കിണറിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ ഈ കിണറൊക്കെ ഇറങ്ങാൻ ഇങ്ങനെ ഒരു ഏണി ഇങ്ങനെ വെച്ചിരിക്കണം, പഴയ കാലത്തെ ഏണി വെച്ചിരിക്കണം. അപ്പൊ ഈ വീട്ടുകാരൻ പറഞ്ഞു, ഇത് വാപ്റ്റിസ പറഞ്ഞ കഥ കേട്ടോ. വീട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ ആയിക്കൊന്ന് ഇറങ്ങിയിട്ടൊന്ന് അവിടെ പോയിട്ടൊന്ന് ഇന്നൊരു വർക്കത്തുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് അലയും പാപ്പാൻ എന്ത് ചെയ്തു, ആ ഏണിമ പിടിച്ചിട്ട് അതിക്ക് കിണറ്റിക്ക് ഇറക്കിയോടുകൂടെ ഇയാൾ ആ ഏണിയിൽ വലിച്ചു. ഇനി വെള്ളം കണ്ടിട്ട് നിങ്ങൾ കയറിയാൽ മതിയോ? വെള്ളം കണ്ടിട്ട് അപ്പൊ അലയപ്പാപ്പ പറഞ്ഞു, തരാം വെള്ളമല്ല എനിക്ക് വേണ്ടത്, അതുണ്ടാവും, ഏണി വെക്കുകയാണ് തരാം. അങ്ങനെ ഒരു തമ്മിലൊരു പരസ്പര സൗഹൃദം വന്നിട്ട് അതാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അലൈപ്പാപ്പാന്റെ കയറാൻ വേണ്ടിട്ട് ഏണി വെച്ചു കൊടുത്ത് മൂപ്പര് ഒന്നും ഉണ്ടാതെ നടന്നങ്ങോട്ട് പോയി. ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട വാപ്പിടിച്ചാണ്ട് പറയാത്രേ, ഒരു കുറച്ചങ്ങണ്ട് അടി വെച്ചപ്പത്തിന് ഉറവാണ് പൊട്ടി. ഇപ്പോഴും അതിലെന്താണ്, സുഭിക്ഷമായ വെള്ളമാണ്. പാരിഫീങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു മനസ്സിൽ കരുതിയാൽ മതി. കാരണം ഇസ്തിഖാമത്തിന്റെ മക്കാമിലെത്തിയ ആൾക്കാരാണ്. അപ്പൊ നമ്മളെ നാവിനൊന്നും ഇപ്പൊ ഒരു ഫലമില്ലാത്തത്. ഇപ്പൊ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, സ്വഹാബികള് ഇസ്ലാമിക പ്രബോധനത്തിന് പോയപ്പോ ഒരു ഭ്രാന്തനായ ഒരാളെ കണ്ടു. ഒരൊറ്റ ഫാത്തിഹ കൊണ്ട് ആ മനുഷ്യന്റെ ഓൺ ദ സ്പോട്ടില് ആ സ്വഹാബി എന്ത് ചെയ്തു, ആ ഭ്രാന്തൻ മാറ്റി. ഒരൊറ്റ സ്പോട്ടില് ഒരൊറ്റ ഊത്ത് ഫാത്തിഹ കൊണ്ട് ആ ഭ്രാന്തൻ മാറി. നമ്മൾ അങ്ങനെ ഒരു ഭ്രാന്തമായ എത്ര തേങ്ങ ഉജ്ജേണ്ടി വരും നമ്മള്? എത്ര തേങ്ങ ഉഞ്ഞു വാങ്ങാം. കാരണം നമ്മളുടെ നാവിന് അസറില്ല. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മൾ മന്ത്രിക്കണ സമയത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാരും വിചാരിച്ചിരിക്കണത് ഈ മന്ത്രിക്കണ സമയത്ത് നമ്മളെ ഫലം കൊണ്ടാന്ന് കരുതാൻ പാടില്ല. അപ്പൊ തന്നെ അതിന്റെ ഫലം പോകും. നമ്മൾ ചെയ്യുന്നത് ഫാത്തിഹ ആണെങ്കിൽ അത്, സ്വലാത്താണെങ്കിൽ അത്, നമ്മൾ ചെയ്യുന്ന അസ്മാവുകൾ കൊണ്ടാണ് ഇതിന്റെ ഷിഫാന്ന് നമ്മൾ കരുതണം, എന്നാലും ഇത് മാറുള്ളൂ. നമ്മൾ ചൊല്ലിയിട്ട് മാറാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പൊ എൻ്റെ അടുത്ത് കൂടുന്നത് ഇപ്പൊ ഞാൻ വലിയ ആളായതുകൊണ്ടാണ്. അപ്പൊ കുറച്ചും കൂടി അങ്ങോട്ട് ഊതിയിട്ട് അതോടുകൂടെ എന്താകും, ഉള്ള മാറിലും കൂടി പോകുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ വിഷയം, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിൽ വെച്ച് ഏറ്റവും ഹൈറായ ചോദ്യമാണ് അള്ളാഹു നമ്മോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. ഏതാണ് അള്ളാഹു തആല ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതന്നെ അള്ളാഹു നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഹിദായത്തിന്റെ മേൽ എന്നും ആകണട്ടോ. റസൂലുള്ളാഹിനെ നിരപ്പിച്ചതും അതാണ്. ഏതാണ്? ഫസ്തഖിം കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഇർജുവായ പാന്താവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അടിയുറച്ചു നിൽക്കണം. ഇതാണ് റസൂലുള്ളാഹിനെ പോലും നിരപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് എപ്പോഴും നിരന്തരമായി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണ്? പടച്ച റബ്ബേ,
ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങൾ ചേർക്ക്. എപ്പോഴും ഫാത്തിഹ ഓതുമ്പോൾ ഒന്നിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീമിന്റെ അർത്ഥം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോ മനസ്സിലൊന്ന് പറയാം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങൾ ചേർക്ക്. അതിന്റെ മലയാളം നമ്മുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.